പാലക്കാട് പടിഞ്ഞാറേയാക്കര മണപ്പുള്ളിക്കാവ് വേല ഫെബ്രുവരി 26-ന് ആചാരാനുഷ്ഠാനങ്ങളോടെ ആഘോഷിക്കും. കൊപ്പം, വടക്കന്തറ, മുട്ടിക്കുളങ്ങര, വെണ്ണക്കര, കള്ളിക്കാട്, മന്തക്കാട്, പുഴയ്ക്കൽ, കടുതുരുത്തി ഉൾപ്പെടെ 18 ദേശങ്ങൾ ഉൾപ്പെടുന്ന വേല ഉത്സവത്തിൽ 3 എഴുന്നള്ളത്തുണ്ടാവും. ഫെബ്രുവരി 13-ന് കൊടിയേറ്റം നടന്ന ദിവസം മുതൽ ദേശം വേലയാഘോഷത്തിലാണ്. വേലയോടനുബന്ധിച്ച് ഫെബ്രുവരി 15-ന് പ്രതിഷ്ഠാ മഹോത്സവവും നടന്നിരുന്നു. കൊടികയറ്റം നാൾ മുതൽ ക്ഷേത്രമൈതാനത്ത് കലാസാംസ്കാരിക പരിപാടികളും നടന്നുവരുന്നുണ്ട്. വേല ഉത്സവത്തിൽ ആന, പഞ്ചവാദ്യം, വേഷവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ അകമ്പടിയോടെ നഗരം ചുറ്റി വൈകുന്നേരം 10 മണിയോടെ ക്ഷേത്രത്തിലെത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 13-ാം തീയതി കൊടിയേറ്റം നടന്ന അന്ന് മുതൽ വളരെ ആവേശത്തോടെയാണ് നമ്മുടെ ദേശനിവാസികൾ ഇതിനെ ഏറ്റി തലയിൽ വെച്ചിരിക്കുന്നത്. 20-ാം തീയതി മുതൽ നമ്മളുടെ സ്റ്റേജ് പരിപാടികളെല്ലാം തുടക്കം കുറിച്ചിരുന്നു. ഇന്നലെ സിദ്ധാർത്ഥ മേനോന്റെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനവും ഇന്നലെ നമ്മുടെ മെഗാവേദിയിൽ അരങ്ങേറി. ഫെബ്രുവരി 26-ന് ഈ വർഷത്തെ എല്ലാവരും ഉറ്റുനോക്കുന്ന വേല ഈ ദിവസം നമ്മൾക്ക് ഇപ്രാവശ്യം പ്രതിഷ്ഠ ഉണ്ട്. അപ്പോൾ പ്രതിഷ്ഠയോടനുബന്ധിച്ചിട്ട് നമ്മൾ ഒരു പ്രത്യേക വഴിപാട് പൂജ എന്നുള്ള നിലയ്ക്ക് നാണയപ്പറ വെച്ചിട്ടുണ്ട്. നാണയപ്പറ എന്ന് പറയുമ്പോൾ ദേശനിവാസികളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി നടത്തുന്ന ഒരു പ്രത്യേക വഴിപാട് പൂജയാണ്. അപ്പോൾ വേല ദിവസം രാവിലെ 7 മണി മുതൽ നാണയപ്പറ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് പങ്കെടുക്കാൻ അതിൽ നാണയപ്പറ വഴിപാടിൽ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ആളുകളെയും നമ്മൾ അന്ന് ആ വേല പുറപ്പെടുന്ന നമ്മുടെ മണപ്പുള്ളി ഭഗവതി ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ വേല ഒരു 4:30-5 മണിയാകുമ്പോൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ മൈതാനം ചുറ്റി തിരിച്ച് 10 മണിയാകുമ്പോഴത്തേക്കും യാക്കര ശ്രീ വിശ്വേശ്വര ക്ഷേത്ര സന്നിധിയിലേക്കാണ് കാവ് കയറുന്നത്. വേല നടത്തിപ്പിനായി സർക്കാരിൽ നിന്നും അനുമതികളോടെ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. കൺവീനർ TMD രാജൻ, പ്രസിഡന്റ് MJ അനീഷ്, ജനറൽ സെക്രട്ടറി തുളസീദാസ്, കോർഡിനേറ്റർ R സുബിൻസൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.